ഇന്നലെ രാത്രിയിൽ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം കുട്ടൂസ് ഇന്ന് ആദ്യമായിട്ട് ഇവിടെ പ്ലേ സ്കൂളിൽ പോവുകയാണ്. എക്സ്ട്രാ ഒരു ഉടുപ്പും പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റും പിന്നെ ചൂടുവെള്ളവും ടിഫിൻ ബോക്സൊക്കെ വെച്ച് ബാഗ് റെഡിയാക്കി വെച്ചു. പ്ലേ സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അവൻ തനിയെ ഡ്രസ്സൊക്കെ ചെയ്ത് ഈശോ അപ്പച്ചനോട് യാത്രയൊക്കെ പറഞ്ഞ് അവൻ വേഗം പോകാനിറങ്ങി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവൻ നാട്ടിൽ അംഗൻവാടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഹൈദരാബാദ് എയർഫോഴ്സ് അക്കാദമിയിലാണ്, അവിടെയുള്ള പ്ലേ സ്കൂളിലാണ് പോകുന്നത്. അപ്പം ഇവന് ഭാഷ അറിയത്തില്ല. ഇവിടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ടീച്ചേഴ്സ് ആരും മലയാളികളില്ല. ഇവൻ എങ്ങനെ സംസാരിക്കും, ഇവരോട് ഇവന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയും, ഇവനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ. ഇതാണ് അവൻ്റെ പ്ലേ സ്കൂള്. അഡ്മിഷൻ എടുത്ത് കുറേ ദിവസമായെങ്കിലും മഴ കാരണം പോകാൻ പറ്റിയില്ല. അതിനുള്ളിൽ ഒത്തിരി കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ സ്ലൈഡ്, ഊഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവന് പോകാൻ വളരെ ഇൻട്രസ്റ്റാണ്. ബ്ലൂമിംഗ് ബഡ്സ് എന്നാണ് അവൻ്റെ പ്ലേ സ്കൂളിൻ്റെ പേര്. ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ അകത്ത് കയറി. അപ്പോൾ ആദ്യം കണ്ട ഒരു ആൻറ്റിക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. പിന്നെ അവൻ്റെ ക്ലാസ് മുറിയിലേക്ക് പോയി മാമിന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവന് ക്ലാസ്സിൽ കയറിയിരുന്നു. അവൻ്റെ പോക്ക് കണ്ടാൽ തോന്നും അവൻ ഇതിന് മുന്നേ കുറേ ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നുവെന്ന്. മാമിന് ഭയങ്കര അതിശയമായിരുന്നു. കാരണം ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. ആരെയും കാണാത്തത് കൊണ്ട് കുറച്ച് അങ്കലാപ്പിലായിരുന്നു അവൻ കുറച്ച് സമയം. കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. ആദ്യത്തെ ദിവസമാണല്ലോ, താമസിക്കാൻ പാടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ടീച്ചർ TV വെച്ച് കൊടുത്തു. കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അവൻ ഹാപ്പിയായി. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെയുണ്ട്. പിന്നെ ഇത് ഉള്ളിലിരുന്ന് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഞാനവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. 9 മണി മുതൽ 12 മണി വരെയാണ് ടൈമിങ്. 12 മണിയായപ്പോൾ ഞാൻ കൂട്ടാൻ ചെന്നപ്പം എല്ലാവരും ഗേറ്റിൽ ഇങ്ങനെ കാത്തിരിപ്പുണ്ടായിരുന്നു. പേരൻസ് വരുന്നതനുസരിച്ച് അവർ ഓരോരുത്തരെയാണ് പുറത്തേക്ക് വിടുന്നത്. കുട്ടൂസിനെ നോക്കിയപ്പോൾ കാണുന്നില്ല. അവനങ്ങ് ഉള്ളിലൊരു സ്ലൈഡിൻ്റെ താഴെ നിൽപ്പുണ്ട്. എന്നെ കണ്ടപ്പോഴത്തേക്കും അവൻ ഓടി വന്നു. പിന്നെ മാമിനോട് എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മാമ പറഞ്ഞു അവൻ ഓക്കെയാണ്, ഹാപ്പിയാണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എയർഫോഴ്സിൻ്റെ അണ്ടറിലുള്ള ഈ സ്കൂളിൽ ഇവനടക്കം 21 കുട്ടികളാണുള്ളത്. മാമും പിന്നെ കൂടെയുള്ള 2 ഹെൽപ്പേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ മാമിനോട് ബൈ ഒക്കെ പറഞ്ഞ് പുറത്തിറങ്ങി ഹാപ്പിയായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.